നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ വിട്ടതിന് പിന്നാലെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികൾക്ക് വിധിക്കാവുന്നതിൽ സാധ്യമായ ഏറ്റവും കുറഞ്ഞ ശിക്ഷ മാത്രം വിധിച്ചിരിക്കുന്നു എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. അതിജീവിത അനുഭവിച്ച സഹനത്തോട് ഐക്യപ്പെടുമ്പോഴും പ്രതികളുടെ പ്രായവും കുടുംബ സാഹചര്യവും എല്ലാം കണക്കിലെടുത്താണ് വിധിന്യായമെന്നാണ് ജഡ്ജി ഹണി എം വർഗീസ് പറഞ്ഞത്. വിധിന്യായത്തിന്റെ വിശദാംശങ്ങൾ അറിയാനിരിക്കുന്നതേയുള്ളൂ, അത് വായിച്ചിട്ട് മതി വിമർശനങ്ങളെന്നാണ് ന്യായാധിപതിയുടെ താക്കീത്. സന്തുലിതമായ പരിഗണന നൽകിയുള്ള ശിക്ഷാവിധിയെന്ന് കോടതി തന്നെ പറയുകയും ചെയ്യുന്നു. കണ്ണു മൂടിക്കെട്ടിയ നീതി ദേവത എന്നാണ് ന്യായാസനങ്ങളെ പറ്റിയുള്ള സങ്കല്പവും അതിന്റെ അടയാള ചിഹ്നവും. വികാരങ്ങൾക്ക് അടിമപ്പെടാനോ പക്ഷപാതപരമായി പെരുമാറാനോ പാടില്ലെന്ന ഓർമ്മപ്പെടുത്തലോടെ പരമാവധി ശിക്ഷ നൽകാൻ സാഹചര്യമില്ലെന്ന വിലയിരുത്തലിലേക്ക് എത്തിയിരിക്കുന്നു കോടതി. നമ്മുടെ കാലത്ത് നടന്ന ഏറ്റവും ഭീതിതമായ, സമാനതകളില്ലാത്ത, ക്രൂരമായ, തലമുടി നാരിഴ കീറി വിശദാംശങ്ങൾ വിചാരണ ചെയ്ത ഒരു കേസിലാണ് ഈ വിധിന്യായം എന്നത് ഓർക്കണം. ഈ കുറഞ്ഞ ശിക്ഷാവിധി സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്ന മുന്നറിയിപ്പോടെ പ്രോസിക്യൂഷൻ വിധിയോട് വിയോജിച്ച് കഴിഞ്ഞിരിക്കുന്നു. സർക്കാർ അപ്പീൽ പോകുമെന്ന സന്ദേശം നൽകിക്കഴിഞ്ഞു. അതിജീവിതയുടെ സഹനത്തിനൊപ്പം ചേർന്ന് നിന്നവർ കോടതിയുടെ താക്കീത് നിലനിൽക്കെ തന്നെ ശിക്ഷാവിധിയോടുള്ള വിയോജിപ്പ് പരസ്യമായി നിശിതമായി പ്രകടമാക്കി. രാജ്യം ഉറ്റുനോക്കിയ കേസിലെ ഈ ശിക്ഷാവിധി ന്യായമോ? ശിക്ഷ കുറഞ്ഞുപോയോ? നോക്കാം RDX. IPC സെക്ഷൻ 376D പ്രകാരം കൂട്ടബലാത്സംഗ കുറ്റത്തിൽ 1 മുതൽ 6 വരെ പ്രതികളായ പൾസർ സുനി, മാർട്ടിൻ, മണികണ്ഠൻ, വിജീഷ്, സലീം, പ്രദീപ് എന്നിവർ 20 വർഷം കഠിന തടവ് അനുഭവിക്കണം. ഓരോരുത്തരും 50,000 രൂപ പിഴയും അടയ്ക്കണം. പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷം കൂടി കഠിന തടവ് അനുഭവിക്കണം. അമ്മയെ നോക്കാനുള്ളതിനാൽ കുറഞ്ഞ ശിക്ഷ മാത്രം നൽകണമെന്ന് പൾസർ സുനി കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. കുറ്റകൃത്യത്തിൽ പങ്കില്ലെന്ന് 2ാം പ്രതി മാർട്ടിൻ വികാരാധീനനായി. കുടുംബത്തെ സംരക്ഷിക്കേണ്ടതുണ്ടെന്ന് 3ാം പ്രതി മണികണ്ഠനും പറഞ്ഞു. മറ്റു പ്രതികളും ശിക്ഷാ ഇളവ് തേടി. എന്നാൽ പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. ശിക്ഷ വിധിക്കുമ്പോൾ ഇരയെയും പ്രതികളെയും സമൂഹത്തെയും കണക്കിലെടുത്തുവെന്നാണ് കോടതി വിശദീകരിച്ചത്. ഇരയായ സ്ത്രീയുടെ സുരക്ഷിതത്വത്തിനുള്ള അവകാശം ലംഘിക്കപ്പെടുകയും അവരിൽ ഭയവും അപമാനവും നിസ്സഹായതയും ഉണ്ടാക്കുകയും ചെയ്തു. ഇത് അവർക്ക് മാനസികമായ ആഘാതം നൽകി. അതിനൊപ്പം പ്രതികളുടെ പ്രായം, അവരുടെ കുടുംബ സാഹചര്യം, 1ാം പ്രതി ഒഴികെ ബാക്കിയുള്ളവർക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്ന വാദവും കോടതി പരിഗണിച്ചു. പരമാവധി ശിക്ഷയായ വധശിക്ഷയോ ജീവപര്യന്തമോ നൽകേണ്ട സാഹചര്യമില്ലെന്ന് കോടതി വിലയിരുത്തുകയായിരുന്നു. RDX ന്യൂസ് മലയാളം. ശിക്ഷാവിധിയിൽ നിരാശനെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വി അജകുമാർ പറഞ്ഞു. കോടതിയിൽ നിന്ന് പരിപൂർണ നീതി ലഭിച്ചില്ല, മിനിമം ശിക്ഷ നൽകിയത് തെറ്റായ സന്ദേശമെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു. പ്രോസിക്യൂഷന് വീഴ്ച പറ്റിയിട്ടില്ലെന്നും ശിക്ഷ കുറഞ്ഞു പോയോ എന്നതിൽ പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി സജി ചെറിയാനും പറഞ്ഞു. കൂടുതൽ പ്രതികരണങ്ങൾ ചുരുക്കത്തിൽ കാണാം. ഇന്നത്തെ ശിക്ഷ A1 മുതൽ A6 വരെയുള്ള 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് 20 വർഷം കഠിന തടവ്, 2 കഠിന തടവ്, അതുകൂടാതെ ഫൈനുമുണ്ട്. ഇത് പാർലമെൻറ്റ് പറഞ്ഞിട്ടുള്ള ഏറ്റവും മിനിമം കൊടുക്കേണ്ട ഒരു സെൻറ്റൻസ് മാത്രമാണ് ഈ കോടതി നൽകിയിട്ടുള്ളത്. ഇത് സമൂഹത്തിൽ അങ്ങേ അറ്റത്തെ തെറ്റായ ഒരു സന്ദേശം നൽകും. ഇത്രയും വലിയൊരു പ്രമാദമായ കേസ് നൽകിയ ശിക്ഷ, അതിനകത്ത് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് പരിശോധിച്ച് തുടർ നടപടി സർക്കാർ ചെയ്യുക. എന്തുകൊണ്ടാണ് വൻ മീനുകളെ വെറുതെ വിടുകയും ചെറിയ മീനുകളെ പിടിക്കാൻ വേണ്ടിയുള്ള വ്യഗ്രത കാണിക്കുക ചെയ്തതെന്ന് ചോദ്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഉത്തരങ്ങൾ പലതും ബാക്കിയുണ്ടാകും. അത് കിട്ടിയേ തീരൂ. We are very happy with quantum of punishment കൊടുത്തതിന്. സോ അതിൻ്റെ സന്തോഷത്തിലാണ്. സത്യം പറഞ്ഞാൽ ഇതിന് അപ്പീൽ പോകണമെന്നാണ് ഞാൻ പേഴ്സണലി, ഞാനാണെങ്കിൽ ഞാൻ എന്തായാലും അപ്പീലിന് പോയേനെ. വി ആർ ദേ വിത്ത് ഹർ. എവറി വുമൻ ഓർ റാദർ എല്ലാ മലയാളികളും അവളുടെ കൂടെ തന്നെയാണ്. അങ്ങനത്തെ ഒരു ചർച്ചയും ഇതുവരെയ്ക്കും നമ്മുടെ സംഘടനയിൽ നടന്നിട്ടില്ല. കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ അതിജീവിതയെ സംബന്ധിച്ചോളം നീതി കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നീതി കിട്ടിയിട്ടില്ല എന്ന് അതിജീവിത വിശ്വസിക്കുന്നിടത്തോളം കാലം നീതി നടപ്പായിട്ടില്ല എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. പരമാവധി ശിക്ഷ ആർക്കും ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതിൻ്റെ കുറ്റകൃത്യത്തിൻ്റെ തീവ്രത കുറഞ്ഞോ എന്ന് ജഡ്ജി കരുതിയോ എന്ന് അറിയില്ല. കൂടുതൽ വിശദമായ ഡാറ്റയിലേക്കൊന്നും പോകേണ്ടതില്ല, ആളുകൾക്ക് അറിയാവുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ച ചെയ്യുന്നതാണ്. സനീഷ്, വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് ഒരു മനുഷ്യരെന്ന നിലയിൽ എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു വിധി ഉണ്ടാകും നിയമ സംവിധാനത്തിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ മാധ്യമപ്രവർത്തകർ അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല.
പക്ഷെ കേരളത്തിലെ ബഹുഭൂരിഭാഗം മനുഷ്യരെയും നിരാശരാക്കുന്ന ഒരു വിധി ഇന്ന് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. നിശ്ചയമായിട്ടും എൻ്റെയും അവസ്ഥ അതാണ്. ഇതിപ്പം നമുക്ക് രോഷവും നിരാശയും ഉണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് പലർക്കും ഉണ്ട്. ഇത് കേൾക്കുമ്പോൾ വളരെ രോഷമുണ്ട്, നിരാശയുണ്ട്. പിന്നെ രോഷം പ്രകടിപ്പിക്കുന്നത് ചിലപ്പോൾ കോടതി ലക്ഷ്യമാവും. നമ്മൾ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നിന്ന് രോഷം പ്രകടിപ്പിക്കുക, അതും കോടതിക്കെതിരെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തോന്നുന്ന രോഷം പ്രകടിപ്പിക്കുക എന്ന് വെച്ചാൽ അത് കോടതി ലക്ഷ്യമാവും. അത് ശരിയല്ല. വ്യക്തിപരമായിട്ട് പോലുമല്ലോ നമ്മളൊരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടെന്ന് പറയുമ്പോൾ ഒട്ടും ശരിയല്ല. പക്ഷേ നിരാശ പ്രകടിപ്പിച്ചാൽ കോടതി ലക്ഷ്യം വരില്ല. അതുകൊണ്ട് നമുക്ക് നിരാശയുണ്ട് എന്ന് ലോകസമക്ഷം പറയുന്നതിൽ എന്തെങ്കിലും തെറ്റ് ഇല്ല. എന്ന് മാത്രമല്ല, പ്രോസിക്യൂഷൻ തൊട്ടിങ്ങോട്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ വരെ അതികഠിനമായിട്ടുള്ള നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണിത്, വിധിയാണിതെന്ന് പറയുകയും ചെയ്യേണ്ടത്. അതുകൊണ്ട് നമുക്ക് നിരാശ അത് വലിയ തോതിലുണ്ട് എന്ന് ലോകത്തോട് പറയുന്നതിൽ നമുക്ക് ഒന്നും എന്തെങ്കിലും തരത്തിൽ മടി കാണിക്കേണ്ടതില്ല. ഇതിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ പോലും ഇല്ലാത്ത വിധം നമുക്ക് എന്തെങ്കിലും അടുക്കിപ്പെറുക്കിയുന്ന കാര്യങ്ങൾ ഇതിനെ എങ്ങനെ വിലയിരുത്തി പറയാമെന്ന് വിചാരിക്കുന്ന വിധത്തിൽ നമ്മളെ അങ്ങ് ഷാറ്റേഡ് ആയിക്കളയുന്നൊരു വിധിയായിപ്പോയി ഇത്. ഇപ്പം ദിലീപിനെ വെറുതെ വിട്ട് കുറ്റവിമുക്തനാക്കിയപ്പോൾ തന്നെയും നമ്മളിങ്ങനെ ഒരു പക്ഷം പിടിച്ച് നിൽക്കുന്ന ആളായതുകൊണ്ട് എനിക്കും അല്ലെങ്കിൽ എന്നെപ്പോലുള്ള പല ആളുകൾക്കും പിന്നിൽ എല്ലാവർക്കും അതിനകത്തൊരു ഷോക്ക് അല്ലെങ്കിൽ ഒരു ശരിയല്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു, ഒരു ദുഃഖം ഉണ്ടായിരുന്നു, നിരാശ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തേത് അതികഠിനമായിട്ടുള്ള നിരാശയായിപ്പോയി. കാരണം ഏറ്റവും ഈ കുറ്റത്തിന് കൊടുക്കാവുന്നതിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്ന് പാർലമെൻറ്റ് നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന 20 വർഷക്കാലത്ത് തടവാണ് ഇയാൾക്കടക്കം ലഭിച്ചിരിക്കുന്നത്. അതിൽ തന്നെ കുറേ വർഷം അനുഭവിച്ചുകൊണ്ട് 13 വർഷമേ അവിടെ കിടക്കേണ്ടതുള്ളൂ. ഇതിപ്പോൾ പാർലമെൻറ്റ് മറ്റെന്തെങ്കിലും സാഹചര്യത്തിൽ ഒരു 10 വർഷമാണ് ഇതിൻ്റെ പരമാവധി ശിക്ഷ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ 10 വർഷമേ കിട്ടുമായിരുന്നുള്ളൂ. അപ്പോൾ പരമാവധി ശിക്ഷ ഏറ്റവും കുറഞ്ഞ ശിക്ഷ മാത്രമാണ് ലഭിച്ചതെന്നത് നമ്മുടെ നിരാശയെ കൂട്ടാണ്. ഇതിനകത്തുള്ള പ്രശ്നം എന്താണ്? നമ്മളിതിൻ്റെ വിശദാംശങ്ങളിലേക്കൊക്കെ ഈ കേരളം ഒരുപാട് ചർച്ച ചെയ്തു, ഇരുപക്ഷത്തു നിന്ന് ചർച്ച ചെയ്തു, കോടതിക്കകത്ത് ഈ കാര്യങ്ങൾ നടന്നു. അതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പ്രത്യേകിച്ചും ഈ അങ്ങേയറ്റം നിരാശയായിട്ടാകെ ഷേറ്റേഡായിട്ട് നിൽക്കുമ്പോൾ നമ്മളിതെല്ലാം കൂടെ ഇങ്ങനെയൊക്കെയാണ് കോടതിയേക്കാൾ വലിയ കാര്യങ്ങൾ വിശദീകരിക്കുക. പക്ഷേ എന്താണ് ഇതിൻ്റെ നമ്മുടെ മുമ്പുള്ള വസ്തുത? 27 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെ ഒരു സംഘം ആളുകൾ ഒരു വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോയിട്ട് ഈ കേരളത്തിൽ നമ്മുടെ ഈ ഇരിക്കുന്ന സ്റ്റുഡിയോയ്ക്ക് അപ്പുറത്തുള്ള കൊച്ചിയിലെ മഹാനഗരത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു സ്ഥലത്ത് ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ട് ആ വാഹനത്തകത്ത് കൊണ്ടുപോയിട്ട് ബലാത്സംഗം ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ ഈ ലൈംഗികമായിട്ട് ബുദ്ധിമുട്ടിക്കുകയാണ്, പീഡിപ്പിക്കുകയാണ്. അത് ഷൂട്ട് ചെയ്യുകയുമാണ്. 8 വർഷം മുമ്പുള്ള കേരളമാണെന്ന് ആലോചിക്കണം. 8 വർഷം മുമ്പുള്ള ഇപ്പോൾ AI ഒക്കെ വന്നപ്പോൾ ഈ ഷൂട്ട് ചെയ്യുക എന്ന സംഗതി കുറച്ചൊരു പെൺകുട്ടികൾ അതിനോടൊരു പ്രതിരോധം നേടിയിട്ടുണ്ട്. കാരണം കുറേയൊക്കെ അത്തരം ഒരു പ്രതിരോധം അവർ തന്നെ ആർജിച്ചെടുത്തിട്ടുണ്ട്. വല്ലാതെ ഷാറ്റേഡായി പോകില്ല. പക്ഷേ ഈ ബലാത്സംഗം എന്ന സംഗതിയെ, കുറ്റകൃത്യത്തെ ഇതിനകം തന്നെ ആദ്യകാലത്തൊക്കെ ഫെമിനിസ്റ്റുകളാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ പൊതുസമൂഹത്തിനാകെ തന്നെയും അറിയാം, അത് ശരീരത്തിന്മേലുള്ള ഒരു ആക്രമണം മാത്രമല്ലല്ലോ. അത് ശരീരത്തിന്മേലുള്ള ഒരു ആക്രമണം മാത്രമല്ല. അതായത് ബലാത്സംഗം ചെയ്യപ്പെടുന്നൊരു പെൺകുട്ടിയും ലൈംഗികമായിട്ട് ഉപദ്രവിക്കപ്പെടുന്നൊരു പെൺകുട്ടി അവളുടെ ശരീരത്തിൽ വേദന സഹിക്കുന്നു എന്നത് മാത്രമല്ല, അവരുടെ ആത്മാഭിമാനത്തിനെയും അന്തസ്സിനെയും എന്നേക്കുമായിട്ട് ഹനിച്ചു കളയുന്നു. ഈ ആക്ടിന് വിധേയയാകുന്ന, ഈ കുറ്റകൃത്യത്തിന് വിധേയയാകുന്ന ഒരു മനുഷ്യൻ, അതാണോ പെണ്ണോ ആകട്ടെ, മനുഷ്യൻ ആ കുറ്റകൃത്യത്തിന് വിധേയനാകുന്നതിന് മുമ്പ് എങ്ങനെയാണോ അങ്ങനെയല്ല അതിന് ശേഷമുള്ള അവസ്ഥ. അതിനുശേഷമുള്ള അവസ്ഥ എന്ന് വെച്ചാൽ മാനസികമായിട്ട് തകർന്നു പോവുകയാണ്. അവർ എന്നേക്കുമായിട്ട് അവരെ ക്രഷ് ചെയ്ത് കളയാണ് ചെയ്യുക. അവരുടെ ഹൃദയത്തെയും ആത്മാവിനെയും ഞെരുക്കി കളയാണ്. ഒരിക്കലും പിന്നെ അവർക്ക് അതിനകത്ത് മോചനമില്ല. എന്ന് വെച്ചാൽ അവരത് സ്വന്തം നിലക്ക്, എനിക്ക് മാത്രമല്ല അല്ലെങ്കിൽ സ്വന്തം നിലക്ക് മാനസികമായിട്ടൊരു കരുത്ത് നേടി ഉയർന്നു വരുന്നവരെ അവർക്ക് അതിനകത്തുനിന്ന് മോചനമില്ല. ഞാൻ അല്പം മുമ്പ് ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് ഇത് കണ്ട് ആകെ ഷോക്ക്ഡായിട്ടിരുന്ന് വെറുതെ ഫോൺ നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലോ മറ്റോ സംയുക്ത വർമ്മ പറയുന്ന ഒരു ഇൻ്റർവ്യൂവിൽ അവർ ഈ സംഭവത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം കേട്ടു. അതിനകത്ത് ആ പെൺകുട്ടി ആദ്യത്തെ ഒരു 3-4 വർഷം തകർന്ന് ആത്മഹത്യ ചെയ്യാത്തത് അമ്മയോർത്ത് മാത്രമാണ് എന്ന് ആ കുട്ടി ഈ 2 മഞ്ജു വാര്യരും സംയുക്ത വർമ്മ അടക്കമുള്ള സുഹൃത്തുക്കളോട് പറയുമായിരുന്നു എന്ന് സംയുക്ത വർമ്മ പറയാണ്. അതായത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പലതവണ ആലോചിച്ചാണ്. പക്ഷേ അമ്മ മാത്രമല്ല, അച്ഛൻ മരിച്ചിട്ട് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. അപ്പോൾ അമ്മ അതിൻ്റെ ഷോക്കിലാണ്. അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത്രമേൽ വലിയ ഷോക്കിലേക്ക് പോയിട്ട് പിന്നീടാണ് അവർ വന്നിട്ട് അവർ ഈ കാര്യങ്ങളെക്കുറിച്ച് തന്നെയും പൊതുസമൂഹത്തോട് പറയണമെന്ന നിലപാടിലേക്കൊക്കെ എത്തി. അവരോട് കേരള സമൂഹം എന്നേക്കുമായിട്ട് കടപ്പെട്ടിരിക്കും അത്തരം കാര്യങ്ങൾക്ക് പേരിൽ എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അവരതിന് തകർന്നു പോയില്ല. അവർ ഇത്തരം നിരന്തരമായ തിരിച്ചടികളുണ്ടായിട്ട് പോലും അവർ ഉണർന്നെഴുന്നേറ്റ് വന്ന ആളുകളോട് ഇത്തരം അത് ഭാവിയിലേക്കുള്ള പെൺകുട്ടികൾക്ക് കൂടെ, അത് പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടാത്തൊരു കാലം വരട്ടെ, പക്ഷേ അങ്ങനെ ഉപദ്രവിക്കപ്പെടുന്ന പെൺകുട്ടികൾക്ക് കരുത്ത് കൊടുക്കുന്ന, ഇതാ ഇത്രമേൽ ശക്തിയായിട്ടൊരാൾ വന്നു എന്ന കരുത്ത് കൊടുക്കുന്ന ഒരു കാര്യം അവർ വന്നു. ഇതിപ്പം ഈ ബലാത്സംഗത്തിൻ്റെ തീവ്രത അളന്നു കോടതി എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് രാവിലെ നമ്മൾ വന്ന ഒരു കേട്ടത് എന്താണ്? രാവിലെ കേട്ടത് എല്ലാ പ്രതികൾക്കും ഇയാൾ മാത്രമേ ആക്ട് ചെയ്തിട്ടുള്ളൂ. ആര്? ഈ പൾസർ സുനി. അപ്പോൾ പൾസർ സുനിക്ക് കൊടുക്കുന്ന ശിക്ഷ തന്നെ എല്ലാവർക്കും കൊടുക്കുന്നത് ശരിയായിരിക്കുമോ എന്ന് പ്രോസിക്യൂഷനോട് ചോദിച്ചു കോടതി എന്ന് കേട്ടു. അപ്പോൾ കേട്ടപ്പോൾ തോന്നിയോ പ്രോസിക്യൂഷൻ ഈ പൾസർ സുനിക്ക് വലിയ ശിക്ഷയാണ് വരാൻ പോകുന്നത്, അപ്പം എല്ലാവർക്കും ഒരേ ശിക്ഷ ആയിരിക്കില്ല. പക്ഷേ വന്നപ്പോൾ എല്ലാവർക്കും ഒരേ ശിക്ഷയാണ്. എന്നുവെച്ചാൽ ഇയാളാണ് ഈ ആക്ട് ചെയ്തത്. അപ്പോൾ ഈ വണ്ടിക്കകത്തുകൂടെ തന്നെ കൊണ്ടുപോയിട്ട് ഈ ആക്ട് ചെയ്തിട്ട് എന്തിനാണ് ഷൂട്ട് ചെയ്യുന്നത്?
പുറത്തേക്ക് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പ്രചരിപ്പിച്ചിട്ട് അവരെ എന്നേക്കുമായിട്ട് ക്രഷ് ചെയ്ത് കളയാനാണ്. അവരെ ഒരർത്ഥത്തിൽ മാനസികമായിട്ട് കൊന്നുകളയുക എന്ന് തന്നെയായിരുന്നു ഇവരുടെ ഉദ്ദേശം. എന്നേക്കുമായിട്ട് ഇല്ലാതാക്കുക എന്നതായിരുന്നു ആ ഉദ്ദേശം. ആ ഉദ്ദേശത്തിന് അത്ര വലിയ ഭീകരമായ കുറ്റകൃത്യത്തിന് ആയ ശിക്ഷയായോ ഇതെന്ന് വെച്ചാൽ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ച് അതിൻ്റെ ചട്ടപ്പടികളെക്കുറിച്ചൊന്നും അറിയില്ലെങ്കിൽ പോലും ഈ മനുഷ്യനിലെ നീതി, അതിൻ്റെ അന്തസ്സിനെ ഹനിച്ചാൽ നിശ്ചയമായിട്ടും കിട്ടേണ്ട നീതി എന്ന സംഗതിയെക്കുറിച്ച് ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള അറിവുള്ള ആളുകൾ പോലും പറയും ഇത് പോരായിരുന്നു, ഇതല്ല ശിക്ഷ, ഇതല്ല ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരാളെ 8ാം പ്രതിയെ വെറുതെ വിട്ടപ്പോൾ തന്നെയും ഇതിന് പിന്നിലൊരു കൊട്ടേഷൻ ഉണ്ട് എന്ന കാര്യം നേരത്തെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കൊട്ടേഷൻ കൊടുത്ത ആൾ ഇല്ലെങ്കിൽ ഈ ആക്ട് ഇല്ല, അതുകൊണ്ട് കൊട്ടേഷൻ കൊടുത്ത ആൾക്കും ശിക്ഷ കിട്ടേണ്ടതില്ലേ എന്നത് ആളുകളുടെ മുമ്പിൽ പതച്ചു നിൽക്കുന്ന ചോദ്യമായിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെ കൂടെ സംഭവിച്ചിരിക്കുന്നത്. ഇത് മാത്രവുമല്ല, ഇപ്പോൾ കോടതി അലക്ഷ്യമാവും, കോടതിയെ വിമർശിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ വിമർശിക്കാത്തത് ഒരു കാര്യമുണ്ട്, നമ്മുടെ മുമ്പിലേക്ക് വിധിയുടെ പകർപ്പ് എത്തിയിട്ടില്ല. നമ്മളത് വായിച്ചിട്ട് ഇവരെല്ലാം വളരെ ലോജിക്കലി ആണല്ലോ ഇതെല്ലാം എഴുതി വെക്കുക. കാരണം എല്ലാത്തിനും അതിന് കോടതി ഇത്രയും കാലം കൊണ്ടുപോയതല്ലേ, അവർക്ക് ജോലിയൊക്കെ അറിയാവുന്ന ആളുകളാണല്ലോ കോടതിയിലെ പ്രധാനപ്പെട്ട പദവികളിരിക്കുന്നത്. അപ്പോൾ അവർക്ക് അത് ലോജിക്കുണ്ട്, അതൊക്കെ വായിച്ചതിന് ശേഷം നമുക്ക് വിമർശിക്കാം. പക്ഷേ ഇപ്പോൾ നമുക്കത് ആ നിലക്കുള്ള വിമർശനത്തിലേക്ക് പോകാൻ പറ്റില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് അതികഠിനവും നിരാശവും രോഷവും ഉണ്ടാക്കുന്നതായി മാറുന്നത്? ഇത് തുടക്കം മുതൽ അതായത് ഇതിനകത്ത് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നൊരു കാര്യം എന്താണ്, ഈ ആക്ടിന് അവർ വിധേയമായി. ഒരു 28-29 വയസ്സുള്ള പെൺകുട്ടി ഈ ആക്ടിന് വിധേയമായി എന്ന കാര്യം എല്ലാവർക്കും അറിയാം. അവർ കുറ്റകൃത്യത്തിന് വിധേയമായി. അപ്പോൾ നമ്മുടേതുപോലുള്ള എല്ലാ സ്റ്റേറ്റാണ് പിന്നെ ആ കേസ് നടത്തുക. പ്രോസിക്യൂഷൻ അതിനാണല്ലോ. അതായത് ഞാൻ ഒരു ഉപദ്രവിക്കപ്പെട്ടാൽ, ഞാനൊരു കുറ്റത്തിന് വിധേയനായാൽ, എന്നോട് ബിന്നിലോ മറ്റോ ഒരു കുറ്റകൃത്യം ചെയ്താൽ, ഞാൻ എന്നത് പിന്നെ ഞാൻ മാത്രമല്ല, ഈ കുറ്റകൃത്യത്തിന് മതിയായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കേണ്ട സമൂഹത്തിൻ്റെ ആകെ ഉത്തരവാദിത്തമാണ്. എന്തുകൊണ്ടെന്നാൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ആക്ട് ആവർത്തിക്കാൻ പാടില്ല എന്ന ശരിയായ ഉദ്ദേശത്തിലാണ് അത് സംഭവിക്കുന്നത്. അതുകൊണ്ടാണല്ലോ പ്രോസിക്യൂഷൻ സർക്കാർ ഈ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എമ്പതി എന്നൊരു സംഗതി സ്വാഭാവികമായിട്ടും ഇരയ്ക്ക് കിട്ടാനുള്ളതാണ്. അങ്ങനെയാണ് ആ എമ്പതി പൊതുസമൂഹത്തിൻ്റെ ആകെ കിട്ടുമ്പോഴാണ് അവർ അതിജീവിതയാകുന്നത്. അല്ലെങ്കിൽ ഇരയായിട്ട് തുടരുകയും അവർ എന്നേക്കായിട്ട് വാനിഷായി പോവുകയും ചെയ്യും. സമൂഹത്തിൻ്റെ എമ്പതിയും സഹതാപവും നിങ്ങൾക്കൊപ്പമാണ് ഞങ്ങൾ എന്ന് ആവർത്തിച്ച് പറയുമ്പോഴാണ് ഈ ഇര ഈ ആക്ടിനെ അതിജീവിക്കുന്ന ഒരാളായിട്ട് മാറുകയും പിന്നീട് സമൂഹത്തിനാകെ തന്നെയും ഒരു വെളിച്ചം നൽകുന്ന, ഒരു മാതൃകയാകുന്ന ഒരു കാര്യമായിട്ട് മാറുകയും ചെയ്യുന്ന. അങ്ങനെയാണ് അതിജീവിതമാരുണ്ടാകുന്നത്. പക്ഷേ അങ്ങനെ അവർക്ക് ആ എമ്പതിയല്ല കിട്ടിയത്. ഈ കോടതി മുറിക്കകത്തൊക്കെ അവരാകെ കീറി മുറിക്കപ്പെടുകയായിരുന്നു എന്നല്ലേ നമ്മൾ കേട്ടത്. നമുക്കിത് പൂർണ്ണമായിട്ട് അറിയില്ല, പല വേർഷൻസും വരാം. പക്ഷേ എന്നാലും നമ്മൾ ഈ കാര്യങ്ങളെല്ലാം അറിയുന്ന ആളുകളാണല്ലോ. അപ്പോൾ എന്നാലും അവിടെ പോലും പിന്നീട് ആവർത്തിച്ചുള്ള പീഡനത്തിനാണ് വിധേയമായത് എന്ന് കേൾക്കുന്നു. ഇപ്പോൾ സമീപകാലത്ത് മോഹൻലാലിൻ്റെ നേര് എന്നൊരു സിനിമ വന്നിട്ട് അനശ്വരരാജൻ അഭിനയിച്ച കണ്ണു കാണാത്ത ആ ചെറുപ്പക്കാരി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ആ കുട്ടി കോടതിയിലേക്ക് പോയപ്പോൾ അത് സമീപകാലത്തെ ഒരു കാര്യമാണ് ആ സിനിമയിൽ വരുന്നത്. പക്ഷേ അവിടെ ആ പ്രതിഭാഗം അഭിഭാഷകൻ അവരെ ഈ ബലാത്സംഗത്തിനിരയായിട്ടുള്ള പെൺകുട്ടിയെ ക്രൂരമായ വാക്കുകളാൽ നോവിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അവിടെ ഹീറോ മോഹൻലാൽ അതിനെതിരെ നിൽക്കുകയാണ് ചെയ്യുന്നത്. വില്ലനാണ് അവിടെ ആൾ. എന്ന് വെച്ചാൽ ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയോട് ഇങ്ങനെ ക്രൂരമായിട്ട് ഇടപെടുന്ന സംവിധാനങ്ങൾ വില്ലൻസാണ്, അവരാണ് വില്ലന്മാർ. അതിനെതിരെ നിൽക്കുന്ന സഹതാപവും എമ്പതിയും കാണിക്കുന്ന സംവിധാനങ്ങളാണ് നായകർ എന്ന് സിനിമ തന്നെയും നമ്മുടെ സമൂഹം തന്നെയും ഇങ്ങനെ സ്ഥാപിച്ചു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പക്ഷേ ഈ 8 വർഷക്കാലം ആ കുട്ടി കടന്നുപോയത് അസാമാന്യമായിട്ടുള്ള പീഡനങ്ങളിലൂടെയാണ് വീണ്ടും 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 എന്ന് നമ്മൾ കേൾക്കുന്നു. എന്നിട്ടോ ഏറ്റവും ഒടുവിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യത്തിന് നമ്മൾ കേൾക്കുന്നത് ഇതുപോലെ അവർക്കിങ്ങനെയൊരു ശരിയല്ലാത്ത നീതി ആണ് ലഭിച്ചിരിക്കുന്നത്. ഇത് പോരായിരുന്നു എന്ന് തോന്നലുണ്ടാവണം. ഇത് ഈ നടിയുടെ മാത്രം അല്ലെങ്കിൽ അതിജീവിതയുടെ മാത്രം എന്തെങ്കിലും തിരിച്ചടിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. അവരെത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ നിന്ന് സംസാരിക്കുന്ന എനിക്ക് അഗാധമായ വിഷമമുണ്ട്, ബിനിലിന് അഗാധമായ വിഷമമുണ്ട്, എത്രയോ മനുഷ്യർക്ക് എത്രയോ വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം പറയാം ബിനിലെ, ഞാനതുകൂടെ പറഞ്ഞു നിർത്താം. അതായത് ദിലീപിൻ്റെ കാര്യം കുറേ കൂടെ കഷ്ടത്തിലായി എന്നൊരു തോന്നലാണ് എനിക്ക് ഈ ഘട്ടത്തിലുള്ളത്. ദിലീപിൻ്റെ കാര്യം കൂടുതൽ പരിതാപകരമായി എന്ന ഒരു തോന്നലാണ് എനിക്കുള്ളത്. എനിക്കതിൻ്റെ സന്തോഷം മാത്രമേ ഉള്ളൂ, ദുഃഖമൊന്നുമില്ല. അയാൾ പിന്നെ ഇങ്ങനെ ഒരു ആക്ഷേപത്തിലൊക്കെ വന്ന് ഇപ്പോൾ പലരും പലതാണല്ലോ വിശ്വസിക്കുക. അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്ന ആൾ, ദിലീപ് ഇതിനകത്തൊരു കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് അയാൾ കുറച്ച് ബുദ്ധിമുട്ടിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ആളുകൾ തന്നെ ഉണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് പരിതാപകരമാകുന്നതെന്ന് വെച്ചാൽ പൊതുസമൂഹത്തിൻ്റെ ആദരവും സ്നേഹവും ഈ അതിജീവിതക്ക് കൂടുതലായിട്ട് കിട്ടാൻ മാത്രമേ ഇത്തരം സംഗതികൾ ഉപകരിക്കൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം പ്രതികരണങ്ങളെന്ന് കണ്ടതാണ്. എന്തുകൊണ്ടാണ് ഈ ശിക്ഷ പോരാ? ഇപ്പോൾ 20 വർഷം ജയിലിൽ കിടക്കണം അയാൾ എന്തായാലും. എന്തുകൊണ്ടാണ് ഇത് പോരാ എന്ന ആളുകൾക്ക് തോന്നുന്നത്? ഇത് പോരാ എന്ന ആളുകൾക്ക് തോന്നുന്ന ആ കുട്ടിയോടുള്ള അവരോടുള്ള അഗാധമായ ആദരവ് കൊണ്ടാണ്. അഗാധമായ ആദരവും ബഹുമാനവും അവർക്ക് കിട്ടുമ്പോൾ അവർക്ക് നീതി ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്ക് നേരെ ആ പൊതുജനത്തിൻ്റെ വികാരം കൂടുകയാണ് ചെയ്യുക. യഥാർത്ഥത്തിൽ ദിലീപിൻ്റെ നില കുറേ കൂടെ പൊതുസമൂഹ മധ്യത്തിൽ കുറേ കൂടെ പരിതാപകരമാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ താഴെ എന്നെ ചീത്ത വിളിച്ചുകൊണ്ട് കമൻറ്റുകൾ വരും, പക്ഷേ അതുകൊണ്ട് നാട്ടുകാർ പറയാതിരിക്കില്ല എന്നതാണ് ഇതിനെ കാണുന്ന കാര്യം. ഒറ്റ കാര്യം കൂടി പറഞ്ഞാൽ നിർത്താം. ഈ പ്രതികളുടെ പ്രായം ഇവരെ ആശ്രയിച്ച് കഴിയുന്ന കുട്ടികളും സ്ത്രീകളും ഒക്കെ ഉണ്ടെന്ന് എന്നത് ഇവരുടെ കുറഞ്ഞ ശിക്ഷ കൊടുക്കാനൊരു കാരണമായി എന്ന് കോടതി
പറഞ്ഞതായിട്ട് ഇതിനകം വന്ന വിവരങ്ങളിലുണ്ട്. അങ്ങനെയാണ് ശരിയെങ്കിൽ എനിക്ക് അത് ഭയങ്കര അത്ഭുതവും കൗതുകവും തമാശയായിട്ട് തോന്നി. ഇപ്പം നിരാശയ്ക്ക് കോടതി അലക്ഷ്യമില്ല എന്ന് പറയുന്ന പോലെ തമാശയായിട്ട് തോന്നുന്നതിനും നമ്മൾ കളി പറയുന്നതിനും കോടതി അലക്ഷ്യം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാൽ ഒരു കാര്യം പറയട്ടെ, 40 വയസ്സിന് ചില്ലറ പ്രായമാണോ? ഇവർ ഈ പ്രായത്തിലേക്ക് ഇത്ര വലിയ കുറ്റകൃത്യം ചെയ്ത ആൾ 40 വയസ്സേ ഉള്ളൂ. അതുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ 40കളിലാണ്, അതുകൊണ്ട് അവർക്ക് കുറഞ്ഞ ശിക്ഷ കൊടുക്കണം എന്ന് പറയുന്നത് എന്ത് വരെ ഭർത്താവാണ് കുറ്റവാളികൾ. അതുകൊണ്ട് ആ നിലക്ക് അത് വലിയ പരിഹാസമായിട്ട് എനിക്ക് തോന്നി. ഈ നിരാശ അങ്ങേയറ്റം ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ ചിരിക്കാനൊന്നും പാടില്ല. അതിന് ചിരി വന്നതുകൊണ്ട് ചിരിക്കുന്നതല്ല. പക്ഷേ ഇത് ഞാൻ പറയുന്നത് ഇതിനകത്ത് അതുപോലെ പി രാജീവിൻ്റെ മന്ത്രിയുടെ പ്രതികരണം എനിക്ക് വിചിത്രമായിട്ട് തോന്നി. വലിയ ശിക്ഷ കിട്ടിയെന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല അദ്ദേഹം എന്തർത്ഥത്തിലാണത് പറഞ്ഞത്. അതായത് ആർക്കും ഒരു ബഹുഭൂരിപക്ഷ ആൾക്ക് ഇത് വലിയ ശിക്ഷയായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് അദ്ദേഹത്തിൻ്റെ ഈ കേസിൻ്റെ കൂടെ വന്നിരുന്ന അവരുടെ ബന്ധു തന്നെ ഒരാൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതായിട്ട് ഞാൻ കണ്ടത്. അതായത് അദ്ദേഹം ഉദ്ദേശിച്ചതാണ്, ഞങ്ങൾ കോടതി മുറികളിലൊക്കെ വല്ലാത്തോതിൽ ഏകപക്ഷീയമായിട്ട് ഉപദ്രവിക്കപ്പെടുകയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഇതിനകം തന്നെ ഈ വിധിയിലൂടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നതായിട്ട് കണ്ടു. അപ്പീലിലൊക്കെ പോയാൽ സ്വാഭാവികമായിട്ടും നീതി കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്ന ആളാണ് ഞാനിപ്പോഴും. അതുകൊണ്ട് അങ്ങനെ പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് നല്ലതെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ജുഡീഷ്യറിയിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. ആ വിശ്വാസം നിലനിർത്താൻ അപ്പീൽ പോയി കൂടുതൽ ഉജ്ജ്വലമായ നീതി ലഭിക്കും, നമ്മുടെ സമൂഹത്തിനകത്ത് തന്നെ ലഭിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഉറപ്പായും എനിക്കും അത് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. നിയമ സംവിധാനങ്ങളെ നമ്മൾ ഒരിക്കലും ജനാധിപത്യ വിശ്വാസികൾ എന്ന രീതിയിൽ തള്ളിപ്പറയാൻ നമുക്ക് സാധിക്കില്ല. ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചോ പൗരൻ എന്ന നിലയ്ക്കോ നമ്മുടെ രാജ്യത്ത് നിയമ സംവിധാനങ്ങളെ വിശ്വസിക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. പക്ഷെ അപ്പോഴും നിരാശ പകരുന്നതാണ് വിധി എന്ന് പറയുന്നതിൽ തെറ്റില്ലല്ലോ. അവിടെ കോടതി ലക്ഷ്യമില്ല, ഒന്നുമില്ല. ഈ വിധി പ്രസ്താവിക്കുന്നതിന് മുൻപ് ഈ ജഡ്ജി ഇതുമായി ബന്ധപ്പെട്ട് ഒരു മാർഗനിർദ്ദേശം അല്ലെങ്കിൽ ഒരു താക്കീത് എന്ന ഇന്നവേ വാണിംഗ് എന്ന് തന്നെ പറയാവുന്ന വിധത്തിലുള്ള ഒരു മാർഗനിർദ്ദേശം പറഞ്ഞിരുന്നു. ആദ്യം നിങ്ങൾ വായിക്കൂ, പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തെ എന്ന് പറയുന്ന വിധത്തിലുള്ള ഒരു മാർഗനിർദ്ദേശം നൽകിയിരുന്നു. എന്തായാലും വിധിപ്പകർപ്പ് വരട്ടെ എന്ന് തന്നെയാണ് എനിക്കും അക്കാര്യത്തിൽ പറയാനുള്ളത്. പക്ഷേ അപ്പോഴും സാമാന്യ ജനത്തിന് ഗൂഗിളിൽ വിക്കിപീഡിയയിൽ നമ്മുടെ ഫോണിലെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൽ നമുക്ക് IPC ആണ് ബാധകമായിട്ടുള്ളത്. കാരണം BNS മുമ്പുള്ള വകുപ്പുകളാണല്ലോ. അപ്പോൾ IPCയിൽ ഈ ഇന്ന കുറ്റങ്ങൾക്ക്, അതായത് ബലാത്സംഗം, ഈ തട്ടിക്കൊണ്ടുപോകൽ, കൂട്ടബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾക്ക് എന്തെല്ലാം വകുപ്പുകളുണ്ട് എന്ന് പരതി കഴിഞ്ഞാൽ അവിടെ ഇന്ത്യൻ പാർലമെന്റ് ഈ വകുപ്പുകൾക്ക് ഇന്നത് മുതൽ ഇന്ന ശിക്ഷ വരെ എന്ന് വിവേക്ഷിക്കുന്നുണ്ടല്ലോ. അപ്പോൾ സനീഷ് പറഞ്ഞ പോലെ അതിൻ്റെ ഏറ്റവും ചുരുക്ക ശിക്ഷയാണ് നൽകിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചുരുക്കമായിട്ടുള്ള ഏറ്റവും ചെറിയ ശിക്ഷ നൽകിയിട്ടുള്ളത് എന്ന ചോദ്യം നമുക്ക് ജുഡീഷ്യറിയോട് ഉന്നയിക്കാൻ നമുക്ക് ഒരു സാധാരണ മനുഷ്യർ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകർ എന്ന നിലയ്ക്ക് നമുക്ക് രാഷ്ട്രീയക്കാരെടുത്ത് ബൈറ്റ് എടുക്കുന്ന പോലെ ചോദിക്കാനുള്ള സംവിധാനമില്ല. നമുക്ക് മേൽക്കോടതിയിൽ അപ്പീൽ കൊടുക്കാം എന്നത് മാത്രമാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള ഒരേ ഒരു മാർഗം. സർക്കാർ അതിന് തയ്യാറാകും എന്ന് മനസ്സിലാക്കുന്നു. അതിജീവിതയും ഒരുപക്ഷെ അതിന് തയ്യാറായേക്കും എന്ന് തന്നെയാണ് ഞാൻ നിശ്ചയമായും വിശ്വസിക്കുന്നത്. കാരണം കേരളത്തിൻ്റെ ആകെ പിന്തുണ ആ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ആ യുവനടിയുടെ കൂടെ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോഴും ഏറ്റവും അതിവിചിത്രമായി ഞാൻ ഈ വാർത്ത വരുന്ന സമയത്ത് ഓണയർ നിൽക്കുകയാണ്. ആ സമയം മുഴുവൻ ഞാൻ ഓണയർ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് തോന്നിയത്, എനിക്ക് ആദ്യം ഓർമ്മ വന്ന സനീഷ് അക്ഷരാർത്ഥത്തിൽ എൻ്റെ അനിയത്തിയാണ്. കാരണം സനീഷ് പറഞ്ഞതുപോലെ എൻ്റെ അനിയത്തിക്ക് ഇപ്പോൾ 27 വയസ്സാണ് പ്രായം. ഈ പെൺകുട്ടി ഉപദ്രവിക്കപ്പെടുന്ന സമയത്ത് 27-28 വയസ്സാണ് പ്രായം. അപ്പോൾ ആ സ്ത്രീ അല്ലെങ്കിൽ അന്ന് പെൺകുട്ടിയായിരുന്ന ആ യുവതിയായിരുന്ന ആള് കടന്നുപോയ മാനസിക അവസ്ഥ അത് നമുക്ക് ചിന്തിക്കാനാവുന്നതിലപ്പുറമാണ്. ഞാനപ്പോൾ എൻ്റെ സഹോദരിയുടെ സ്ഥാനത്ത് നിന്നാണ് ഇതിനെ കണ്ടത്. നോക്കൂ, ഇപ്പം 20 വർഷം എന്ന് പറയുന്ന ഏറ്റവും മിനിമമായിട്ടുള്ള ശിക്ഷ ഈ പൾസർ സുനി എന്ന് പറയുന്ന കൊടും ക്രിമിനലിനെ, അയാൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ നിരന്തരമായി അയാളുടെ ചില ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസം സനീഷ് കാണിച്ചതുപോലെ അയാൾ ഥാർ ജീപ്പിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട്, അത് ഈ ജാമ്യത്തിൽ ഇറങ്ങി എടുത്തിട്ടുള്ള റീലുകളാണ് കേട്ടോ. ആ റീലുകളെല്ലാം തന്നെ അയാൾ വളരെ സ്റ്റൈലിഷായി അയാളെ എന്തോ മഹത്വവൽക്കരിച്ചൊക്കെ കാണിക്കുന്ന റീലുകളൊക്കെ പല ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളിലും ഫേസ്ബുക്ക് അക്കൗണ്ടുകളിലും ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ദിലീപിൻ്റെ കാര്യമല്ല, പൾസർ സുനിയുടെ കാര്യമാണ്. അപ്പം യഥാർത്ഥത്തിൽ ഈ വിധി സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? ആർക്കെതിരെയും നോക്കൂ, ആക്രമിക്കപ്പെട്ടത് ഒരു യുവനടിയാണ്. സമൂഹത്തിൽ നല്ലധികം ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ സാധിക്കുന്ന ഒരുപാട് ആളുകളിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മനുഷ്യനാണല്ലോ, ഒരു വ്യക്തിയാണല്ലോ. അവർക്ക് ഈ ഗതി വന്നിട്ടുണ്ടെങ്കിൽ നാളെ എൻ്റെ അനിയത്തിക്ക് ഈ ഗതി വന്നാൽ ഈ സംവിധാനങ്ങളെ എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും എന്ന ചോദ്യം സ്വാഭാവികമായി ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും വരും. ഓരോ സഹോദരൻ്റെ ഉള്ളിൽ, സഹോദരിയുടെ ഉള്ളിൽ, അച്ഛൻ്റെയും അമ്മയുടെയും മാതാപിതാക്കളുടെയും എല്ലാവരുടെ ഉള്ളിൽ വരുന്ന സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഇന്ത്യൻ ജുഡീഷ്യറി മറുപടി നൽകേണ്ടത് ഇന്ത്യൻ ജുഡീഷ്യറിയിലുള്ള വിശ്വാസം നിലനിർത്തുന്നതിന് അനിവാര്യമാണ്. ഞാൻ പറയുന്നത് അടിസ്ഥാനപരമായി ഞാൻ മനുഷ്യൻ എന്ന് പറയുന്ന വൈകാരിക തലത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. ആ വൈകാരിക തലത്തെ എന്തായാലും റദ്ദ് ചെയ്യാനോ കോടതി അലക്ഷ്യം എന്ന് പറയാനോ ആർക്കും സാധിക്കുകയില്ലോ. ആ വൈകാരിക തലത്തിൽ
ഇന്നിപ്പോൾ ഈ അവൾക്കൊപ്പം എന്ന നിലപാട് തുടക്കം മുതലേ എടുത്തിട്ടുള്ള ആളുകൾ എടുക്കുന്ന നിലപാടും അത് തന്നെയാണ്. പലരും എഴുതി കണ്ടത് അവളെ ശിക്ഷിച്ചില്ലല്ലോ എന്നുള്ളതാണ്. അവളെ ശിക്ഷിച്ചില്ലല്ലോ എന്ന് പറയുന്നത് അതിശയോക്തിയല്ല, അതൊരു ആശ്വാസവാക്കാണ്. കാരണം ഇതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കോടതിയിൽ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളിൽ അവൾ തന്നെ അതിജീവിത തന്നെ പരാതിപ്പെട്ടിട്ടുണ്ട്. അത് മെമ്മറി കാർഡ് ഹാഷ്വാലുവിൻ്റെ കാര്യത്തിലാണെങ്കിലും പല ചോദ്യങ്ങളുടെ കാര്യത്തിലാണെങ്കിലും അതിജീവിത പരാതിപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുടെ വക്കീലന്മാർ പരസ്യമായ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ അഡ്വക്കേറ്റ് ടി.ബി. മിനി ഇത് ഈ വിധിന്യായം പ്രസ്താവിക്കുന്നതിൻ്റെ വാദത്തിന് മുൻപ് കൊടുത്ത ബൈറ്റിൽ പോലും അക്കാര്യങ്ങൾ വളരെ കൃത്യമായി പറയുന്നുണ്ട്. പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് കൃത്യമായ നിരാശയുണ്ട്. ഇതിൽ എത്ര പ്രോസിക്യൂട്ടർമാർ മാറി എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പം ഒട്ടും ഫെയർ ആയിട്ടുള്ള ഒരു വിധിയല്ല ഇക്കാര്യത്തിൽ അതിജീവിതയെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമ്മുടെ മുതിർന്ന സിനിമാ പ്രവർത്തകർ കമൽ ഉൾപ്പെടെയുള്ള ആളുകൾ പരസ്യമായി തന്നെ പറയുന്നുണ്ട്. ശ്വേതാ മേനോൻ ഒരു കാലത്ത് ദിലീപിന് വേണ്ടി പരസ്യമായി നിലപാടെടുത്ത് ഇന്നലെ നമ്മൾ പറഞ്ഞ കുക്കു പരമേശ്വരൻ, ഞാനും ഹർഷനും സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള കുക്കു പരമേശ്വരൻ കൂകി വിളിച്ചിരുന്നു ദിലീപിനെ പുറത്താക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ. ആ കുക്കു പരമേശ്വരൻ്റെ ഉൾപ്പെടെ സംഘടനയുടെ പ്രസിഡന്റായിട്ടുള്ള ശ്വേതാ മേനോൻ പറയുന്നുണ്ട്, ഇപ്പോഴും ഞാനതൊരു പുരുഷാധിപത്യ സംഘടനയായിട്ടാണ് അമ്മയെ വിശ്വസിക്കുന്നത്. കാരണം സ്ത്രീകൾ അതിലേക്ക് വന്നു എന്നുള്ളത് സന്തോഷകരമാണ്. പക്ഷേ കടിഞ്ഞാൻ എവിടെയൊക്കെയോ നിൽക്കുന്നുണ്ട് എന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നു. എൻ്റെ വ്യക്തിപരമായ വിശ്വാസമാണ്. ആ സംഘടനയുടെ പ്രസിഡന്റ് തന്നെ പറയുന്നു, എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത് അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടില്ല, അപ്പീൽ പോകണം. പക്ഷേ വലിയ കാര്യമായിട്ട് എടുക്കേണ്ടതാണ് ഞാൻ പറഞ്ഞത്. ശ്വേതാമേനോനൊക്കെ പറഞ്ഞതിനെ ആ നിലക്ക് എടുത്താൽ മതി. അവരുടെയൊക്കെ ഇതിനകത്ത് ബിനിൽ പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ തുടക്കത്തിൽ പറഞ്ഞില്ലേ, അതായത് കോടതി ആദ്യം പറഞ്ഞു എന്താണ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എടുക്കും, അതുകൊണ്ട് ശ്രദ്ധിച്ചു വേണം, ഇത് വായിച്ചൊക്കെ ശേഷം വേണം പ്രതികരിക്കാനെന്ന്. ഈ സമീപകാലത്ത് നമ്മൾ കണ്ട ഏത് വിധി പ്രസ്താവിക്കുന്നതിന് മുമ്പാണ് ഒരു ജഡ്ജിന് ഇങ്ങനെ പറയേണ്ടതായിട്ട് വന്നത്? ഒരു ജഡ്ജിന് ഇങ്ങനെ പറയേണ്ടതായിട്ടേ വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കോടതിക്ക് മുൻകൂറായിട്ട് നിങ്ങളിത് വിമർശിക്കരുത് കേട്ടോ എന്ന് പറയേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ്? അതിനകത്ത് കാര്യങ്ങളുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മനസ്സിലായില്ല, അതിനകത്തുണ്ട് കാര്യങ്ങൾ. അതുകൊണ്ട് ഈ പൊതുസമൂഹത്തിനകത്ത് തന്നെയും ആ നിരാശയുണ്ട്. അതിനകത്ത് ഈ നീതി കിട്ടിയിട്ടില്ല എന്നുള്ള തോന്നൽ അവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ല. ഉറപ്പായും അപ്പം അപ്പീൽ പോകും. അവൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വിധി ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഞാൻ പറയുന്നത് കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ക്രിമിനലുകൾക്ക് ഇതാണ് ശിക്ഷയെങ്കിൽ അതൊട്ടും യോഗ്യമല്ല എന്ന് തന്നെയാണല്ലോ നമുക്ക് ചുരുക്കാനാവുന്നത്. കറക്റ്റ്, അത് തന്നെയാണ്. വീൽ ഓഫ് ജസ്റ്റിസ് എന്ന നിയമവ്യവസ്ഥയെ ഒരു ചക്രത്തോട് ഉപമിക്കാറുണ്ട്. ഇംഗ്ലീഷിൽ ഒരു പ്രയോഗമുണ്ട്, ദ വീൽ ഓഫ് ജസ്റ്റിസ് ടേൺസ് സ്ലോലി ബട്ട് ഇറ്റ് ഗ്രൈൻഡ്സ് എക്സീഡിംഗ്ലി ഫൈൻ. നീതിന്യായ സംവിധാനത്തെ ഒരു ധാന്യമില്ലായി കരുതുക. അതിൻ്റെ ചക്രങ്ങൾ കറങ്ങുന്നത് പതിയെ ആണെങ്കിൽ കൂടി നീതിയുടെ ചക്രം നന്നായി അരച്ചെടുക്കും എന്ന് ഏകദേശം പരിഭാഷപ്പെടുത്താം. വൈകിയാലും നീതി നടപ്പാകുമെന്ന ആ പ്രതീക്ഷയാണ് നമുക്കെല്ലാം ഉള്ളത്. ബാക്കി എല്ലാ വാതിലുകളും അടയുമ്പോൾ ന്യായാസനം നീതി തുറന്നു തരുമെന്നാണ് നമ്മളുടെ പ്രതീക്ഷ. പക്ഷേ ബലവത്തായ നിയമചക്രത്തിൻ്റെ അടിയിൽപ്പെട്ട് നീതി തന്നെ അരഞ്ഞു പോയോ? അങ്ങനെ ഉണ്ടാവില്ല, ഉണ്ടാകരുത് എന്നാണ് ജനാധിപത്യത്തിലെ സാധാരണക്കാരായ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇക്കണ്ട കാലം അത്രയും പീഡാനുഭവങ്ങൾ സ്ഥൈര്യത്തോടെ സഹിച്ച, അനീതിയോട് രാജിയില്ലാതെ പൊരുതിയ അവൾ ഈ നിയമയുദ്ധം തുടരുക തന്നെയാണ്. പൊതുസമൂഹവും സർക്കാരും അവളോടൊപ്പമാണ്. കൂടുതൽ നീതിയുക്തമായ തീർപ്പുകൾ ഈ കേസിന്റെ തുടർ യാത്രയിൽ ഉണ്ടാക്കുമെന്ന് RDX പ്രത്യാശിക്കുന്നു. ആദ്യം മുതൽ പറഞ്ഞത് തന്നെ ഞങ്ങൾ ഈ വൈകുന്നേരവും കൂടുതൽ ഉച്ചത്തിൽ പറയുന്നു, ഉറച്ചു പറയുന്നു. അവൾക്കൊപ്പം മാത്രമാണ്, ഏതറ്റം വരെയും അതിജീവിതയുടെ ഈ ജീവിത സമരത്തിനൊപ്പം മാത്രമാണ് ഈ നാടൊന്നാകെ.